ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, ഞാൻ ഒരുപാട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരു തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പോകുന്നില്ല. ഏതാ തെയ്യെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. നമ്മളെ കണ്ടനാർക്കേളം തെയ്യം നമ്മളെ അടുത്ത് ചെമ്മാട് തന്നെ ഉണ്ടായിരുന്നു. അന്ന് പോകാൻ പറ്റിയില്ല. അമ്മേൻ്റെ വീടിൻ്റെ അടുത്ത് ഉള്ള കാവേരി കൊല്ലത്ത് പോകുന്നതാണ്. അവിടെ വയനാട്ട് വരുവാൻ തെയ്യം ഉള്ളതുകൊണ്ട് അവിടെ പോയിട്ട് ഒരു മോശമെല്ലാം കഴിച്ചിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ മൊറാഴ ഒരു കാവിൽ പോവുമായിരുന്നു. സ്ഥലമൊന്നും അറിയില്ല, ഗൂഗിൾ മാപ്പിലിട്ട് തപ്പിപ്പിടിച്ച് പോകണം. ഞാൻ ജീവിച്ചിട്ടുണ്ട്, അവനുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അവനെല്ലാം സ്ഥലമെല്ലാം ഏകദേശം അറിയാം. തപ്പിപ്പിടിച്ച് പോയി പോകും. അപ്പോൾ ആ തെയ്യം കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. പൊലച്ചക്കാണ് തെയ്യം. നമ്മളിപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞ് ഇരുന്ന് പോകാൻ വേണ്ടി നോക്കുമായിരുന്നു. ഇപ്പം ഞാനുള്ളത് മുണ്ടേരി ലുലു ഐസ്ക്രീം തന്നെ കൂൾ ബാറിലട്ടെ. നമ്മുടെ ചങ്ങായി നൗഷാദിൻ്റെ കൂൾ ബാറിലാണ് ഉള്ളത്. ഇരുന്നൊരു അവിൽ മിൽക്കെല്ലാം തിന്ന് ഒന്ന് ഉഷാറായിട്ട് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോയി അവിടുത്തെ കാഴ്ചകളും കണ്ടനാർക്കേളൊക്കെ കാണാം. പോവാന്നാല് ചങ്ങായിമാരെ, നമ്മളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. പറശ്ശിനി പുഴേൻ്റെ പാലാണ് നിങ്ങൾ കാണുന്നത്. അങ്ങ് കാണുന്നത് പറശ്ശിനി കടൽ അത് അങ്ങ് കാണുന്നുണ്ട്. വെളിച്ചം അതാണ് ഇരുട്ടായോണ്ട് പാലത്തിൻ്റെ ഭംഗി മാത്രമേ കാണാൻ പറ്റൂ. പ്രകൃതി രമണീയത നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട് കേട്ടോ, മൊറാഴയിലേക്ക്. ഭംഗി കാണിച്ചു തരാൻ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ യാത്രയുടെ മധ്യേ ഒരു വീഡിയോ എടുക്കാമെന്ന് മനസ്സ് പറഞ്ഞു. ചങ്ങായിമാരെ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ, ഇന്ന് ശിവരാത്രിയാണ് കേട്ടോ. പിന്നെ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ മുന്നിലൂട്ടിയാണ് കടന്നു പോകുന്നത്. പ്രസിദ്ധമായൊരു അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ കണ്ണൂരിലെ. ഇതിൻ്റെയൊക്കെ രാത്രി കാഴ്ചകൾ ഞാനിതുവരെ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ. കൂടെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പ്രസിദ്ധമായ കണ്ണൂരിലെ അമ്മയും കുഞ്ഞും ആശുപത്രി കേട്ടോ. പിന്നെ അടുത്ത നമ്മൾ വേറൊരു ലോകപ്രശസ്തമായ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ എത്തും. അതിൻ്റെ വഴി മധ്യമാണ് നമ്മളുള്ളത്. അമ്മയും കുഞ്ഞിൻ്റെ ഇത് നമ്മളെ പാമ്പ് വളർത്ത് കേന്ദ്രം കേട്ടോ. കണ്ണൂരിലെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിന് മുന്നിൽ എത്തുന്നുണ്ട് വണ്ടി. സ്നേക്ക് പാർക്ക് ഉണ്ടോ? അങ്ങനെ അതും കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇനി കണ്ടനാർക്കേളൻ്റെ തിരുപ്പുറപ്പാടിനായുള്ള കാത്തിരിപ്പാണ്. അതിന് മുന്നേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. പോകുന്ന വഴിക്ക് നീലിയാർ കോട്ടയിലുണ്ട്. നീലിയാർ കോട്ടത്തിൻ്റെ വീഡിയോ ഞാൻ നമ്മളെ ചാനലിൽ ഇട്ടില്ല. ഞാൻ സംസാരിക്കുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് പറയുന്ന പോലെ കേട്ടോ. അതിന് ചില ആൾ ഇഷ്ടപ്പെടുന്ന ആളുണ്ട്. ചില സ്ഥലത്തെല്ലാം പോയാൽ നമ്മൾ പറയലുണ്ട് നമുക്ക് നിൻ്റെ സംസാരം കേട്ടിട്ട് ഇഷ്ടപ്പെട്ട നമ്മൾ പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് മാറ്റി പറയണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഭാഷ വലുത് തന്നെയാണ്. എന്താ പറയുക, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മാത്രം എന്നല്ല പറയാം. അപ്പോൾ എൻ്റെ ഭാഷ എന്തായാലും ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കാഴ്ചകൾ തുടരാം. ചങ്ങായിമാരെ, ഇതാണ് ഞാൻ പഠിക്കാത്ത എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ. മാങ്ങാട്ട് പറമ്പ് എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ നമ്മൾ മാങ്ങാട്ട് പറമ്പിലേക്ക് നമ്മുടെ സാരഥി വാഹനവുമായി ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ ഉദ്ദേശമായ കണ്ടനാർക്കേളിനെ കാണുവാനായി യാത്ര തിരിക്കുന്നു. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് പോകുന്നതും നമ്മൾ. റോഡിന് എതിർവശത്തായി കണ്ടു.
ധർമ്മശാല കേട്ടോ. ധർമ്മശാല അല്ലാടെ ഇത്? ഹമ്പ് 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 ഓ ഹമ്പ്. ഈ ഹൈവേന്റെ പണി നടക്കുന്നുണ്ട് ചങ്ങായിമാരെ. സകല സ്ഥലത്തും ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കോഫി ഹൗസിന് മുന്നിലൂടെയാണ് എൻ്റെ ഇന്നത്തെ യാത്ര സാരഥി എന്നെ കൊണ്ടുപോയത്. യാത്രയിലുടനീളം പല ഭാഗങ്ങളിലായി ആൾക്കാർ കൂടി നിന്നതും കാണാൻ സാധിച്ചു. ശിവരാത്രിയുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ കാണാൻ സാധിച്ചത്. കടന്നുപോയാ ചങ്ങായിമാരെ, മാങ്ങാട്ടുപറമ്പ് സർവകലാശാല റോഡിലേക്കാണ് ഡ്രൈവർ അത് കഴിഞ്ഞ് എന്നെ കൊണ്ടുപോയി. ഡ്രൈവറുടെ കണ്ണൂർ ഭാഷ എന്നെ തികച്ചും അതിശയിപ്പിച്ചു. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് യാത്ര നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഊണും ഉറക്കവും ഇല്ലാത്ത കണ്ടനാർ കേളനെ കാണാനുള്ള ആഗ്രഹത്തിന്റെ ഇത്ര സമയം തണുപ്പില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു തണുപ്പ് വന്നിട്ടില്ല. ഇതും നമ്മൾ അതിജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാത്ര സർവകലാശാലയുടെ മുന്നിലൂടെയാണ് നമ്മൾ യാത്ര. അടുത്തതായി കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു കോട്ടമാണ് നീലിയാർ കോട്ടം. നീലിയാർ കോട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മായയിൽ നിന്ന് വന്ന് മായയിലേക്ക് പോകുന്ന തെയ്യം. കൊടും കാട്ടിനുള്ളിലാണ് ഈ തെയ്യം ഉണ്ടാവുക. കുറച്ച് മുന്നോട്ട് പോയാൽ കാണാവുന്നതാണ്. ഇതാണ് നീലിയാർ കോട്ടത്തിൻ്റെ വഴി. അങ്ങോട്ട് പോയാൽ നീലിയാർ കോട്ടമാണ്. കൊടുങ്കാടിന് നടുക്കാണ് നീലിയാർ ഭഗവതിയെ കെട്ടിയാടുക. എന്താണെന്നറിയില്ല ചങ്ങായിമാരെ. ശിവരാത്രിയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു പരിപാടി. ഇതെന്താ പരിപാടി? ശിവരാത്രി അല്ലേ? അതിന് നാടമ്പലം വെച്ചിട്ട് എതിരെ പോകും. ഇത് അമ്പലത്തിലേതാണല്ലേ? തടമ്പും കൊണ്ട് പോന്നെ? തടമ്പും കൊണ്ട് ഇനി ഇത് വളരെ പാടാം. ഇവിടെ അമ്പലത്തിൽ എത്താൻ വേണ്ടി. അമ്മേന്റെ പേരെന്നാ? അതെ, എന്റെ പേര് ലക്ഷ്മി. ലക്ഷ്മി അല്ലേ? നമ്മളിവിടെ കണ്ടനാർക്കേളം കാണാൻ വേണ്ടി പോന്നെ. തെയ്യം കാണാൻ പോന്നേനു. കണ്ടനാർക്കേളം തെയ്യമില്ലേ ഇവിടെ? മൊറാളാണെന്ന് കണ്ടില്ലല്ലോ. അല്ലല്ല, അത് തെയ്യം കാണാൻ വേണ്ടി വരുന്നേ നമ്മള്. ആ അതന്നെ, നിങ്ങക്ക് അറിയില്ല. നമ്മള് പുറവൂരെന്ന് പറയും. അറിയാ? കണ്ണൂർ തന്നെയുള്ള സ്ഥലമാണ് പുറവൂർ. ചങ്ങായിമാരെ, നമ്മൾ അവസാനം കാവിലെത്തിയട്ടാ. 5 മണിക്ക് തേങ്ങിന്നാ പറഞ്ഞു. അതുവരെ കാത്തിക്കണം. അതായത് നമുക്ക് കാവിൻ്റെ കാഴ്ചകൾ കുറച്ച് കാണാൻ പോയി. അങ്ങനെ പറയാം. എൻ്റെ കുടലിൽ നിന്ന് നേരത്തെ അവിൽ മിൽക്ക് ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോറ് നിന്നില്ല. ജീവശത അടിച്ച് മാറുന്നുണ്ട്. നല്ല അടിപൊളി സദ്യയാണ് കേട്ടോ. സാമ്പാർ, കൂട്ടുകറി, ഇഞ്ചി, നാരങ്ങക്കറി. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞു. മറവുണ്ട് ഊണില്ല. തട്ടിക്കോ മോശം കേട്ടോ. മറവിൽ സ്പൂണിൽ
ഗോവിന്ദ പട്ടണ ഗോപാല പട്ടണം എട്ടുപട്ടണം പുതുപ്പട്ടണം 72 വാർത്തകളും കാണുന്നു ഇടവരായിടവും ഉമ്മടവരായി ശേഖരകണ്ഠൻ തമ്പുരെയും നാഗരണ്ഠൻ തമ്പുരെയും എനിക്കെന്റെ എഴുതിരാവിന്റെ ഭഗവതാളില്ലാതെ ചങ്ങായിമാരെ അങ്ങനെ നമ്മള് കണ്ടനാർ കേളം കണ്ടു കേട്ടാ. ജീവശീടി ഉണ്ട്, ഭയങ്കര ഉഷാറ്. നമ്മളെ എടക്കണമ്പേത്ത് ധർമ്മദൈവം കെട്ടിയ മിഥുൻ എന്ന് പറഞ്ഞ കോലധാരിയാണ് ഇവിടെ കണ്ടനാർ കേളം കെട്ടിയത് കേട്ടാ. അതിഗംഭീരമായിരുന്നു, പറയാതിരിക്കാൻ. നമ്മൾ ആദ്യമായിട്ടാണ് കണ്ടനാർ കേളം കണ്ടത്. പിന്നെ കാവുന്ന് പുറത്തു വന്ന് നമ്മൾ ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതൊരു തറവാട് ക്ഷേത്രമാണ് കേട്ടാ. അതിൻ്റെ പുറത്തുള്ള കാഴ്ച ഇത്. വയലിലും മൂർച്ചയെല്ലാം കഴിഞ്ഞ്, പക്ഷെ ആ പച്ചപ്പും സൂര്യൻ ഉദിച്ചു വരുന്നതെല്ലാം കാണാൻ നല്ല രസമാണ്. അവിടെയാണ് കാവ്. വയലിനോട് ചേർന്നിട്ട് പുതിയ ഭഗവതി ക്ഷേത്രത്തിൻ്റെ കുളമാണ് കേട്ടോ ഇത്. കണ്ണേരിക്കാവ് ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രക്കുളം. നമ്മളെ നാട്ടില് നട്ടി നടുവെന്ന് പറയാം കേട്ടോ. എങ്ങനെ പറയാ, പച്ചക്കറികൾ നട്ട് വിളവെടുപ്പെല്ലാം കഴിഞ്ഞ് എല്ലാം കിട്ടപ്പിടിച്ച്. ഇത് താലോരി സംഭവം പൊളി തന്നെ. സ്ഥലവും നല്ല വൈബാ.
എന്തൊക്കെയുണ്ട് അപ്പോൾ അങ്ങനെ കമന്റ് പറയും. തിരിച്ച് പറശ്ശിനിക്കടവ് എത്തിയിട്ടാ. ഏതായാലും പോന്ന പോക്ക് പറശ്ശിനിക്കടവിലെ രാവിലത്തെ ദൃശ്യം കൂടി കണ്ടുകൊണ്ട് നമുക്ക് യാത്ര തുടരാം. പറശ്ശിനിക്കടവ് പാലം കെട്ടാം. സൂര്യൻ പുതുപ്രതീക്ഷകളുമായി ഉദിച്ചുയരുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന്. പുഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പാലത്തിന് മുകളിലൂടെ യാത്ര തുടരുമ്പോൾ മുച്ചിലോട്ട് ക്ഷേത്രത്തിന് മുന്നിലൂടെയാണ് പിന്നെ നമ്മളെ സാരഥി കൊണ്ടുപോയത്. കണ്ണൂർ ജില്ലയിലെ ആദ്യം മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി വെക്കുന്ന ഒരു കാവാണ് നമ്പ്രം മുച്ചിലോട്ട് ഭഗവതി കാവ്. സാരഥി വീണ്ടും യാത്ര തുടർന്നു. പണ്ട് ഇവിടെയൊക്കെ മൊത്തം മരങ്ങളായിരുന്നു കേട്ടോ. അത് പോയി നോക്കുമ്പോൾ സൈറ്റ് കേട്ടോ. നല്ല വർഷം എഴുന്ന് കാണുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വണ്ണം കുറവായിട്ട് കാണുന്നത്. പക്ഷെ എന്തിരുന്നാലും പ്രകൃതിയുടെ ഭംഗിയും പ്രകൃതി രമണീയയും ഇതായും ആസ്വദിച്ചുകൊണ്ട് നമ്മളങ്ങനെ പുഴയെല്ലാം കാണുന്നുണ്ട് അതിൽ ഭംഗി. അങ്ങനെ പറയാൻ അങ്ങനെ നമ്മൾ മുണ്ടേരി ഞാൻ പഠിച്ച സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ടാ. LP സ്കൂൾ, മുണ്ടേരി LP സ്കൂൾ, അമ്പാടി സ്കൂൾ നമ്മൾ പറയാം. എന്നാ എനിക്ക് പറയാനല്ലേ കേളം എന്താ പറയാ? കേളൻ അടിപൊളിയല്ലേ, ഉഷാറാണ് കേളൻ. കേളൻ ഉഷാറായി. പക്ഷെ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. എങ്ങനെ പറയാൻ, കുറേ കപ്പിൾസ് വന്നിട്ട്, കപ്പിൾസ് എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചതോ ലവേഴ്സ് ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നുട്ടാ. എന്തെല്ലോ ആണ് അവരെ പറയുന്നത്. ഒച്ചത്തിൽ പറയുകയും ചെയ്യുന്നു. എന്ത് ഈ വീഡിയോയിലൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവർ പറയും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ശരിക്കും. അത് നമ്മളെ അടുത്ത് വന്ന് അല്ലാണ്ട് നമ്മളത് ശ്രദ്ധിച്ചൊന്നല്ല. നമ്മളെ അടുത്തും വലത്ത് തലവേദനയായി മാറി കുറെ ആൾക്കാർക്ക്. ഇവർ ഒരാളെന്നല്ല, ഇങ്ങനത്തെ 2-3 ടീം വന്നിട്ട് ഇങ്ങനെ എന്തെല്ലോ പറയുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതേ ഒരു പ്രശ്നമുള്ളൂ. ഇന്ന് പോയിട്ട് അവരെ പാടായി അത്രേ നമുക്ക് പറയാൻ. ശരിയല്ല, ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പിരാന്ത് പിടിക്കും ശരിക്കും പറഞ്ഞു. വേറൊന്നുമില്ലല്ലേ, വേറൊന്നും പറയാം. അപ്പോൾ ചങ്ങായിമാരെ, കേരളൻ്റെ വീഡിയോ നമ്മളെല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്തോ, ഒന്നും നോക്കണ്ട. ബെൽ ബട്ടൺ മെല്ലെ ഒന്ന് തൊട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും കൂടെ ജീവേഷും.